വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അയലക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനിന്ന് കോട്ടയം സ്റ്റൈൽ അയലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന 6 അയലയുണ്ട്. പിന്നെ 3 സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു പിടി ജിഞ്ചർ, ഒരു പിടി ഗാർലിക്, ഇവയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള ഉള്ളിയാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കടുക്, ഉലുവ എല്ലാം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇതെല്ലാം കൂടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പുളിവെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ സാദാ വെള്ളം ഒഴിച്ചായാലും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പുളി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, സവോള എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് അധികം ചേർക്കരുത്, കാരണം നമ്മൾ പുളി തിളപ്പിച്ചപ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫിഷ് ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ച് അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിള വന്നിട്ടുണ്ട്. അതിനുശേഷം ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കൊഴുപ്പുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻകറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ബൈ ബൈ. താങ്ക് യു.